കെപിസിസി ജംബോ ഭാരവാഹി പട്ടിക പുറത്തുവന്നപ്പോഴും അസംതൃപ്തിയുമായി നേതാക്കൾ. പ്രധാന നേതാക്കളെ തഴഞ്ഞെന്ന് എ ഗ്രൂപ്പിന് അമർഷം. മുൻ ഡിസിസി പ്രസിഡന്റുമാരായ കെ.സി. അബു, ഒ. അബ്ദുറഹ്മാൻകുട്ടി എന്നിവരെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം. എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി ചേർന്ന് നിൽക്കുന്നവരാണ് പദവിയിലെത്തിയ ഭൂരിഭാഗം പേരും. ഷമാ മുഹമ്മദിനെ പോലുള്ളവർ എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തി. ഒരേയൊരു പേര് പറഞ്ഞിട്ടും പരിഗണിക്കാത്തതിൽ കെ മുരളീധരനും അമർഷമുണ്ട്. വരാനിരിക്കുന്ന സെക്രട്ടറി പട്ടികയിൽ അസംതൃപ്തരെ കൊള്ളിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഹൈക്കമാൻഡ്. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ എഐസിസി അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. അതൊന്നും അങ്ങനെയൊന്നും സജീവമായിട്ടുള്ള ഏതെങ്കിലും കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ സംതൃപ്തി. ധനസുബോധ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുബോധ, വളരെ നാളുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ നിരവധി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പക്ഷേ അവിടെയും അതൃപ്തി പുകയുകയാണ്. അത് നമ്മൾ ഈ അതൃപ്തി പുകയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊന്നും ഒരു പ്രത്യക്ഷമായി ഒരു മറനീക്കി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. കാര്യം ഇതിന് അമർഷം എന്ന് വിശേഷിപ്പിക്കായിരിക്കും നല്ലത്. കാര്യം ഇത്രയും പേര് ഇന്നലെ തന്നെ 58 പേരുടെ ജനറൽ സെക്രട്ടറി ലിസ്റ്റായിരുന്നു പുറത്തുവിട്ടത്. പക്ഷെ അപ്പോൾ പോലും നെയ്യാറ്റിൻകര സനൽ ഉൾപ്പെടെയുള്ള മുൻ ഡിസിസി പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു പ്രസിഡന്റിനെ മാത്രമാണ് മാറ്റി നിർത്തിയിരുന്നത്, കോട്ടയത്തുണ്ടായിരുന്ന ജോഷി ഫിലിപ്പിനെ. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു അസംതൃപ്തി അങ്ങനെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അപ്പോൾ പോലും എ വിഭാഗം ചൂണ്ടിക്കാണിച്ചത് എ വിഭാഗം ഇപ്പോൾ ഒരു നാഥനില്ല കളരി പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം അതിനെ ഒരു കൃത്യമായിട്ട് കോർത്തു പിടിക്കാനോ ഒരു ക്രോഡീകരിക്കാനോ കൃത്യമായ ഒരു നേതാവില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന പ്രശ്നം. പഴയ നേതാക്കന്മാരായിട്ടുള്ള കെ.സി. അബു, ഒ. അബ്ദുറഹ്മാൻ തുടങ്ങിയ അവരെല്ലാം ഡിസിസി പ്രസിഡന്റുമാർ കൂടിയായിരുന്നു, കോഴിക്കോടും തൃശ്ശൂരുമെല്ലാം. അവരെയൊന്നും പരിഗണിച്ചില്ല എന്നുള്ള ഒരു അതൃപ്തി അവർക്കിടയിൽ തന്നെയുണ്ട്. പക്ഷെ അതൊന്നും ഒരു മറതിക്ക് പുറത്തു വരാനോ അത് പരസ്യമായി പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. കാര്യം ഇനി ഒരു പട്ടിക കൂടി വരാനുണ്ട്. അത് എക്സിക്യൂട്ടീവിന്റെയും സെക്രട്ടറിയുടെയും പട്ടികയാണ് വരുന്നത്. അപ്പോൾ ഉള്ള ആളുകളെ, ഇനി അസംതൃപ്തരായ ആളുകളെ അതിൽ കൂടി ഉൾപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ നേതാക്കന്മാരോട് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു നിയമസഭ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡം അല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും അവരെയെല്ലാം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലൊരു പൊട്ടിത്തെറിയോ അമർഷം പരസ്യമായി പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത്. പക്ഷെ അതേസമയം ഈ ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾ അവർ ഇതിനകം തന്നെ അസംതൃപ്തി അവരുടെ ഫേസ്ബുക്കിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഈ സെക്രട്ടറി പട്ടികയിൽ ഈ അസംതൃപ്തരെ കൂടി ഉൾക്കൊള്ളിക്കുമായിരിക്കും അല്ലേ ധനസുബോധ്? സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാര്യം നേരത്തെ ഇതുപോലെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ PT അജയ് മോഹൻ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകും എന്ന് തന്നെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്നവരും പറയുന്നത്. പക്ഷെ അദ്ദേഹം സെക്രട്ടറി പദത്തിലായി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറിയായി മാറ്റിയിരിക്കുകയാണ് ചെയ്തത്. നേരത്തെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന അനിലക്കര പിന്നീട് ജനറൽ സെക്രട്ടറിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അസംതൃപ്തരായ ആളുകളെ ഇനി സെക്രട്ടറി പദത്തിലേക്ക് കൊടുക്കാം എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കെപിസിസിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. കാര്യം ആരെയും പിണക്കാതെ ഉള്ള ഒരു കസേര കളിയാണ്, ആരെയും പുറത്തു പോകാതെ ഉള്ള ഒരു കസേര കളിയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതെല്ലാം എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് കെപിസിസിക്ക് നൽകിയിരിക്കുന്നത്. ശരി, ധനസുബോധാണ് വിവരങ്ങൾ നൽകിയത്.